ഹലോ ഫ്രണ്ട്സ്, അഡീനിയം ഹബിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 മാസം മുൻപ് അഡീനിയം പ്രൂൺ ചെയ്ത് അതിൻ്റെ കമ്പുകൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. ആ വീഡിയോയിൽ നട്ട കമ്പുകൾ ഇപ്പോൾ വേര് എത്രത്തോളം വന്നിട്ടുണ്ടെന്നും അത് റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ഈ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ താഴെ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കയറി കണ്ടു നോക്കൂ. അത് എത്രത്തോളം വേര് വന്നിട്ടുണ്ടെന്നും നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ 2 മാസം മുമ്പ് നമ്മൾ അഡീനിയം പ്രൂൺ ചെയ്ത് നട്ടുവെച്ച കമ്പാണിത്. ഇതിൽ എത്രത്തോളം വേരുകൾ വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, കമ്പുകൾ നട്ടുവെച്ചാൽ എല്ലാം കിളിർക്കുന്നില്ല, വേര് വരുന്നില്ല, എല്ലാം ചീഞ്ഞു പോകുന്നു, ഇല്ലാതായി പോകുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. ഞാൻ നട്ടുവെച്ച ഒരു കമ്പ് പോലും ചീത്തയായി പോയിട്ടില്ല. എല്ലാം നല്ല ഫ്രഷായിട്ട് നല്ല പൊടുപ്പ് വന്ന് നിൽപ്പുണ്ട്. മുട്ടുകളും വന്നിട്ടുണ്ട്. ഇതിലെല്ലാം മുട്ടുകളും വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് റീപോർട്ട് ചെയ്ത് ഇച്ചിരി വളം ചേർത്ത മണ്ണിൽ നട്ടു കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ വളർന്ന് നല്ല മുട്ടുകളും പൂക്കളും ശരിക്കുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് തട്ടിയിട്ട് ഇതിലെത്രത്തോളം വേര് വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിൽ നല്ല വേര് വന്ന് കാണും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇതിനു മുമ്പ് നട്ടുവെച്ച് കമ്പുകളെല്ലാം നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വച്ചതിന് ശേഷം ഇതുപോലെ ചട്ടി ചരിച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് തട്ടി കൊടുക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ വേരുകളെല്ലാം മുറിഞ്ഞില്ലാതായി പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നല്ല രീതിയിൽ തട്ടിയിട്ട് ചട്ടി ചരിച്ചിട്ട് എടുക്കണമെന്ന് പറഞ്ഞത്. നല്ല രീതിയിൽ തന്നെ വേരുകൾ വന്നിട്ടുണ്ട്. ഇത് ഞാൻ ചട്ടിയുടെ അടിയിൽ ഹോള് അളയാൻ വേണ്ടി കുറച്ച് ചകിരി വെച്ചിരുന്നു, തൊണ്ടും ചകിരി. എന്നിട്ടാണ് ഞാൻ പാറപ്പൊടി ഇട്ട് നട്ടത്. അത് ഇതിൻ്റെ വേര് കയറി ചകിരിയിൽ പിടിച്ചു. നല്ല രീതിയിൽ തന്നെ വേരുകൾ വന്നിട്ടുണ്ട് എല്ലാത്തിലും. ഇതിലും നമുക്ക് നോക്കാം. ഈ കവറിലും ഞാൻ ഒരേ സമയത്ത് തന്നെയാണ് രണ്ടും നട്ടു വെച്ചത്. ഇതിലും നിറച്ച് തന്നെ വേരുകളെല്ലാം വന്നിട്ടുണ്ട്. അതിൽ വെച്ച എല്ലാ കമ്പുകളും തന്നെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം പോലും ചീത്തയായി പോയിട്ടില്ല. ഞാൻ എങ്ങനെയാണ് നട്ടതെന്ന് നിങ്ങൾ നോക്കിയിട്ട് അതുപോലെ ചെയ്താൽ മതി. എല്ലാ കമ്പുകളും പൊടിച്ച് കിട്ടും. ഒരു കമ്പുകൾ പോലും അഴുകി പോകില്ല. ഇതിലെല്ലാം നല്ല രീതിയിൽ തന്നെ വേര് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. നമുക്ക് കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിൽ കുറച്ച് സാഫിട്ട് കലക്കി ഈ അടീനെല്ലാം അതിനകത്ത് മുക്കി വയ്ക്കാം. ഒരു അരമണിക്കൂർ നേരം മുക്കി വെച്ചേക്കണം. അതിനുശേഷം മാത്രമേ നടാവൂ. ഇനി നമുക്ക് ഇതുപോലെ ഹോളുള്ള ഒരു ചട്ടി എടുക്കാം. അതിനുശേഷം ഇതുപോലെ ഓടിൻ്റെ കഷ്ണങ്ങളോ കല്ലുകളോ പറക്കി ഇതുപോലെ ഹോളെല്ലാം അടച്ചു വയ്ക്കണം. അതിനുശേഷം കുറച്ച് ചരലിട്ട് കൊടുക്കണം. ഞാൻ പോട്ടി മിക്സായിട്ട് എടുത്തിട്ടുള്ളത് ആട്ടും കാഷ്ടം പൊടിച്ചതും മണ്ണും പാറപ്പൊടി എംസാൻഡ് കഴുകിയെടുത്തതുമാണ്. കുറച്ച് ചാരം കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഞാൻ ഉണക്കി സൂക്ഷിച്ച് വെച്ചിരുന്ന പോട്ടി മിക്സാണിത്. ഇതാണ് ഞാൻ നിറയ്ക്കാനായിട്ട് എടുക്കുന്നത്. ഇനി ഈ പോട്ടിലേക്ക് പോട്ടിൻ്റെ പകുതി വരെ ഇതുപോലെ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി ചെടി നടാൻ എടുക്കുമ്പോൾ കുറച്ചും കൂടി ആട്ടുംകാഷ്ടം പൊടിച്ചത് നമുക്ക് മുകൾ ഭാഗത്തിട്ട് കൊടുക്കാൻ എടുക്കാം. ഇത് മൊത്തത്തിൽ നമ്മൾ കൂടുതൽ മിക്സ് ചെയ്ത് വെച്ചാൽ ഇത് വെള്ളം ഒഴിക്കുമ്പോൾ കുറേ വെളിയിൽ പോകും. അതുകൊണ്ട് മുകൾ ഭാഗത്തിട്ട് കൊടുത്താൽ ചെടിക്ക് കൂടുതൽ പ്രയോജനപ്പെടും. ഇനി സാഫിൽ മുക്കി വെച്ചിരുന്ന തഴിയെടുത്ത് ഇതുപോലെ വെച്ച് ഈ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. അത് നല്ല രീതിയിൽ ഉറച്ച് നിൽക്കത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കണം. ഈ ആട്ടും കാഷ്ടം ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് ഉള്ള ഗുണം ഇതിന് നല്ല കോഡക്സ് പെട്ടെന്ന് തന്നെ വരും. ഇനി നമുക്ക് അടുത്ത ഒരു തൈയും കൂടി നട്ട് കാണിക്കാം. ഇതുപോലെ എടുത്ത് വെച്ച് നല്ല രീതിയിൽ മണ്ണിട്ട് കൊടുക്കണം. ഉറച്ച് നിൽക്കത്തക്ക രീതിയിൽ മണ്ണിട്ട് കൊടുക്കണം. നട്ടതിന് ശേഷം സാഫ് കലക്കിയ വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. നല്ല രീതിയിൽ ചട്ടിയുടെ ഹോളിൽ കൂടി വെളിയിൽ പോകത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. വെള്ളമെല്ലാം താഴ്ന്നു പോയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വെള്ളം താഴ്ന്നു പോകും ഇതുപോലെ പോട്ടി മിക്സ് ചേർത്ത് നട്ടു കൊടുത്താൽ. ഇനി നമുക്കിതെടുത്ത് ഒരു ഷെയ്ഡിൽ വെച്ച് കൊടുക്കാം. വെയിൽ കിട്ടത്തക്ക ഷെയ്ഡിൽ വേണം വെച്ച് കൊടുക്കാൻ. കുറച്ച് വെയിൽ വേണം. ഇത് ഞാൻ നട്ടുവെച്ച കമ്പുകളാണ് ഇതെല്ലാം. നിങ്ങൾക്ക് ഞാൻ 2-2.5 വർഷം മുൻപ്
ഒരു നട്ടുവെച്ച കമ്പ് എത്രത്തോളം കോഡക്സ് വന്നിട്ടുണ്ടെന്ന് കാണിച്ചു തരാം. നേരത്തെയുള്ള വീഡിയോയിൽ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കമ്പ് നട്ട കോഡക്സ് വരില്ല എന്ന്. 2 വർഷമൊന്നും ആയാൽ ഇതുപോലെ കോഡക്സ് വരില്ലെന്ന്. ഇത് 2 വർഷം കഴിഞ്ഞ ഒരു അടീനിയാണ്, ഒരു കമ്പ് മുറിച്ച് നട്ടതാണ്. നല്ല രീതിയിൽ തന്നെ കോഡക്സുകൾ വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ബഡ് ചെയ്ത് പിടിപ്പിച്ചതാണിത്. ഞാൻ കൊറോണയ്ക്ക് ശേഷമാണ് എല്ലാ അടീനിയങ്ങളും വാങ്ങിച്ച് നടാൻ തന്നെ തുടങ്ങിയത്. അതിനുശേഷം അത് വളർന്നതിന് ശേഷമാണ് ഞാൻ അത് മുറിച്ച് കമ്പുകൾ നട്ട് പൊടിപ്പിച്ച് ഇതുപോലെ കോഡക്സ് ഉള്ള അടീനിയമാക്കി എടുത്തത്. ഞാൻ എല്ലാ അടീനിയത്തിനും പോട്ടിംഗ് മിക്സായിട്ട് കൊടുക്കുന്നത് ആട്ടും കാഷ്ടം പൊടിച്ചതാണ്. അതുകൊണ്ടായിരിക്കാം, ആട്ടും കാഷ്ടമാണ് ഇട്ട് കൊടുക്കുന്നത്, അതുകൊണ്ടായിരിക്കാം ഇത്രത്തോളം കോഡക്സ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളിപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. തുടർന്നും നിങ്ങളുടെ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.